യാത്രയിൽ പ്രയാഗിലെ ലാസ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് രംഗമാണ് ഈ കാണുന്നത്. ഹോട്ടൽ സ്വാഗതം. എല്ലാവരും രാവിലെ തന്നെ നഴ്സറി കുട്ടികളെ പോലെ തന്നെ നല്ല ക്യൂവിൽ അനുസരണയുള്ളവരായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സമയമൊക്കെ ഒരു 7 മണി ആവുന്നതേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പ്രയാഗിലായിരുന്നു. പ്രയാഗിലെ കാഴ്ചവിശേഷങ്ങളൊക്കെ ഞാൻ പല വീഡിയോകളിലായിട്ട് പങ്കുവച്ചിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതൊക്കെ കാണണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാലുടൻ ഇവിടെ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ആരംഭിക്കും. വളരെ ഭംഗിയുള്ള ഒരു ഹോട്ടലൊക്കെ ആയിരുന്നു ഞങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ടീം ആറ്റിങ്ങൽ സഞ്ചാരീസ് തയ്യാറാക്കിയിരുന്നത്. ഇത്രയും വീഡിയോസ് ചെയ്തിട്ടും എൻ്റെ കൂടെയുള്ളവരെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ 44 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ഞങ്ങൾ സഹോദരങ്ങൾ തന്നെ 8 പേരുണ്ടായിരുന്നു. വളരെ കുറച്ച് പേരെ മുൻപരിചയമുള്ളായിരുന്നു. എങ്കിലും 2 ദിവസമായപ്പോഴേക്കും എല്ലാവരുമായിട്ട് ഒരു നല്ല കൂട്ടായി. കൂടുതൽ പേരെ പരിചയപ്പെടുവാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയുള്ളൊരു നല്ല അവസരമാണ് ഇതുപോലുള്ള ഓരോ യാത്രകളും എനിക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ബാഗേജും ഒക്കെ ആയിട്ട് ബസ്സിലേക്ക് കയറുകയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നും പോകുന്ന നമുക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ തന്ന ഒരു സ്ഥലമാണ് പ്രയാഗ്. ഇനിയും നമ്മൾ പ്രയാഗിൽ നിന്നും വാരണാസിയിലേക്കാണ്. ഇവിടെ നിന്നും ഏകദേശം 122 കിലോമീറ്ററോളം ദൂരമുണ്ട് കാശിയിലേക്ക്. 2.5 മണിക്കൂറോളം യാത്രയുണ്ട്. പോകുന്ന വഴികളിലുള്ള കാഴ്ചകളും നമുക്ക് കാണാം. ഇടയ്ക്ക് നിർത്തിയിട്ടുള്ള യാത്രകളൊക്കെ ആയതുകൊണ്ട് തുടർച്ചയായിട്ട് ബസ്സിൽ ഇരിക്കുന്നതിൻ്റെ ബോറടിയുമില്ല. ഹൈവേ റോഡുകളിലൂടെയുള്ള യാത്രയാണ്. വളരെ നല്ല സൂപ്പർ റോഡുകളാണ്. ബസ് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു കാളക്കുട്ടൻ നടക്കുന്ന വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആരോടും ഒരു വഴക്കും പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും സ്ട്രീറ്റുകളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണാറുണ്ട്. ഇവരെ ഇങ്ങനെ അഴിച്ചുവിടുന്നതാണെന്ന് തോന്നുന്നു. ആർക്കും വലിയ ഉപദ്രവമൊന്നും അവരെ കൊണ്ടില്ല. ഇത് ഉത്തർപ്രദേശിലെ സാരനാഥ്, ഇന്ത്യയിൽ ബുദ്ധമതത്തിൻ്റെ ഉത്ഭവസ്ഥാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സ്ഥലം. ഇഷ്ടംപോലെ സഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. ഷോപ്പിങ്ങിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കടകളൊക്കെ കണ്ടാൽ നമ്മളെല്ലാവരും ഇവിടെ തിരിഞ്ഞു നിൽക്കും. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിച്ചു. ഗംഗ ഗോമതി നദികളുടെ സംഗമസ്ഥാനത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതസ്ഥരുടെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് സാരനാഥ്. ഗൗതമ ബുദ്ധൻ ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ധർമ്മോപദേശം നൽകിയ സ്ഥലമാണ് സാരനാഥ്. BC 2-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധമത പ്രതിമകളും സ്തൂപങ്ങളും സ്മാരകങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണിത്. ബുദ്ധമത അനുയായികളുടെയും ചരിത്രാന്വേഷികളുടെയും പുരാവസ്തു ഗവേഷകരുടെയും ഒക്കെ ഒരു ഇഷ്ടകേന്ദ്രമാണ് ഇപ്പോഴും ഇത്. ഒത്തിരി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇഷ്ടംപോലെ ചെടികളും പൂക്കളും വലിയ തണൽമരങ്ങളും ഒക്കെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു പാർക്കാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ കീഴിലുള്ളൊരു പാർക്കാണിത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലം. വളരെ വെൽ മെയിൻറ്റൻഡ് ആയിട്ടുള്ള ഒരു സുന്ദരമായ സ്ഥലമാണ്. മാൻ പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കാഴ്ച എന്നൊക്കെ പറയുന്നത് BC 249 അശോക ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ച ചരിത്രപ്രസിദ്ധമായ ബുദ്ധസ്തൂപമാണ്. അതിൻ്റെ പേരാണ് ധമിക് സ്തൂപം. വളരെ ദൂരെ നിന്ന് തന്നെ കാണാവുന്ന തരത്തിൽ അത്രയ്ക്കും വലിപ്പമുണ്ട്. 43 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്തൂപമാണ്. ഗുപ്ത കാലഘട്ടത്തിൽ ഇത് പുനർനിർമ്മിച്ചതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്തൂപം. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹരമായ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ആളുകൾക്ക് ശാന്തമായിട്ടിരിക്കാനും ഒരുമിച്ചിരിക്കാനും പ്രാർത്ഥിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ശാന്തമായൊരു സ്ഥലമാണ്. നല്ല തണുപ്പൊക്കെയുള്ള ക്ലൈമറ്റിലാണെങ്കിൽ കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാനായിട്ട് പറ്റും. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ നല്ല വെയിലായിരുന്നു. വലിയ ചൂടില്ലായിരുന്നെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. വിശ്രമിക്കാനൊക്കെയുള്ള ധാരാളം ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ ബുദ്ധിസ്റ്റുകൾ മാത്രമല്ല വരുന്നത്. ഇഷ്ടംപോലെ വിദേശികളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെയും ഇവിടെയുമായിട്ട് ചില ശിലകളിലൊക്കെ ജാമിതീയ രൂപങ്ങളും ഓരോ മനുഷ്യൻ്റെയും പക്ഷികളുടെയൊക്കെ രൂപങ്ങളൊക്കെ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെയുള്ള ശിലകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ശ്രീബുദ്ധൻ തൻ്റെ ജീവിതത്തിൻ്റെ സത്യങ്ങൾ തൻ്റെ ശിഷ്യർക്ക് വിവരിച്ചു കൊടുത്ത സ്ഥലമാണ്. പുരാതന കാലത്ത് ഋഷിപതനം എന്നാണ് ഇതറിയപ്പെട്ടിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു.
ആകാശത്തു നിന്നും ഋഷിമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന സ്ഥലം. അത്രയും പവിത്രമായ സ്ഥലമായതുകൊണ്ടാണ് ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷം ഈ സ്ഥലം തന്നെ ശ്രീ ബുദ്ധൻ തിരഞ്ഞെടുത്തതെന്ന് കണക്കാക്കപ്പെടുന്നു. ഗൗതമ ബുദ്ധൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചിരുന്ന സമയത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന 5 ശിഷ്യന്മാർ അദ്ദേഹത്തെ വിട്ടുപോയെന്നും ആ ശിഷ്യന്മാരെ തേടിയെത്തിയത് ഈ സ്ഥലത്താണെന്ന് പറയപ്പെടുന്നു. ആ 5 ശിഷ്യന്മാർക്കാണ് ധർമ്മപ്രഭാഷണം ആദ്യമായിട്ട് ഇവിടെ നടത്തിയതെന്നാണ് വിശ്വാസം. ധമേക് സ്തൂപ സ്ഥാപിച്ചിരിക്കുന്ന വളരെ വിശാലമായൊരു ഭൂപ്രദേശത്താണ്. ഈ പാർക്കിലൊക്കെ ഇഷ്ടംപോലെ പുൽത്തകിടികളും ഒക്കെയുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ വന്ന് വിശ്രമിക്കുകയും അതുപോലെ ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുന്നവരും ഒക്കെയുണ്ട്. ബുദ്ധിസ്റ്റുകൾ ഈ സ്തൂപത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും അതുപോലെ ഇവിടുത്തെ മനോഹരമായ പുൽത്തകിടിയിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്തൂപത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് ഗൗതമ ബുദ്ധൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ടാണ് ബുദ്ധിസ്റ്റുകൾ അവിടെ പ്രദക്ഷിണം വയ്ക്കുന്നതെന്നാണ് പറയുന്നത്. പശ്ചിമ നേപ്പാളിലെ രൂപന്ദേഹി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധമത തീർത്ഥാടന ഭൂമിയാണ് ലുംബിനി. അവിടെയാണ് ഗൗതമ ബുദ്ധൻ ജനിച്ചത്. അദ്ദേഹത്തിന് ജ്ഞാനോദയം സിദ്ധിച്ച സ്ഥലമാണ് ബോധ്ഗയ. അതുപോലെ തൻ്റെ ശിഷ്യന്മാർക്ക് ജ്ഞാനോപദേശം നൽകിയ സ്ഥലമാണ് ഈ ധമേക് സ്തൂപം നിന്നാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരനാഥ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ ശ്രീബുദ്ധൻ മരണപ്പെട്ട സ്ഥലം ഖുശി നഗർ എന്നറിയപ്പെടുന്നു. സാരനാഥിൽ കുറേ ബുദ്ധക്ഷേത്രങ്ങളുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ ടിബറ്റൻ്റെയും കംബോഡിയക്കാരുടെയും ഒക്കെ ടെമ്പിൾ ഇവിടെയുണ്ട്. ലോകത്തെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് ഒരു പുണ്യസ്ഥലമാണ് സാരനാഥ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലെയും ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഈ ബുദ്ധക്ഷേത്രങ്ങളിലൊക്കെ മെഡിറ്റേഷനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്നും തിരികെ പോന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഏറെ ഉണ്ടായിരുന്ന ഒരു സംശയം അവിടെ കണ്ട ഇഷ്ടികകൾ കൊണ്ടുള്ള ആ നിർമ്മിതികൾ തന്നെയായിരുന്നു. അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പണ്ടുകാലത്തെന്തോ പൂർത്തിയാക്കാതെ കിടന്ന നിർമ്മിതികളോ എന്തൊക്കെയോ അതിൻ്റെ മുകളിലുണ്ടായിരുന്നതൊക്കെ നശിപ്പിക്കപ്പെട്ടതുപോലെയൊക്കെയാണ് തോന്നിയത്. ആർക്കിയോളജിക്കൽ മ്യൂസിയമൊക്കെ അടുത്ത് തന്നെയുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പും ദാഹവും ഒക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ വെളിയിലിറങ്ങി കരിക്കിൻ വെള്ളമൊക്കെ കുടിച്ച് സ്ട്രീറ്റിലൂടെയൊക്കെ കുറേ നടന്നു. കുറച്ച് കടകളിലൊക്കെ കയറി എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ലഞ്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യാത്ര കാശിയിലേക്കാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.